ഓം ശാന്തി. നമ്മുടെ എല്ലാവരുടെയും പ്രാണപ്രിയനായ ബ്രഹ്മബാബയുടെ സ്മൃതി ദിവസമാണെന്ന്. എന്തുകൊണ്ടാണ് ബ്രഹ്മബാബയ്ക്ക് ഇത്രയും പ്രാധാന്യം വരുവാനുള്ള കാരണമെന്ത്? സാധാരണ ലോകത്തിൽ സാധാരണക്കാരനായ ഒരാൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പദവികളിൽ, ചിലപ്പോൾ അവരുടെ രാജ്യത്തിൽ തന്നെ വലിയ പദവി നേടുകയാണെങ്കിൽ അത് വലിയ കാര്യമായിട്ട് ലോകര് തന്നെ കണക്കാക്കാറുണ്ട്. ഒരു ദരിദ്ര കുടുംബത്തിലുള്ള കുട്ടി, വീട്ടുകാർക്കൊന്നും തന്നെ അധികം വിദ്യാഭ്യാസമില്ല, എന്നാൽ ആ കുട്ടി വളരെ ഉന്നത വിജയം നേടുകയാണ് എന്നുണ്ടെങ്കിൽ അത് ലോകം മുഴുവനും എന്ത് ചെയ്യും? ആ കുട്ടിയെയും ആ കുട്ടിയുടെ വീട്ടുകാരെയും, ചിലപ്പോൾ ആ കുടിലിൻ്റെ ചിത്രങ്ങളും സഹിതം എന്ത് ചെയ്യും? എല്ലാവരും ആഘോഷിക്കും. അതേപോലെ ബ്രഹ്മബാബ ഒരു സാധാരണ മനുഷ്യനാണ്, ഗൃഹസ്ഥിയാണ്, കുടുംബസ്ഥനാണ്, ഒരു ബിസിനസ്സുകാരനാണ്. പക്ഷേ ബാബ ആത്മീയ ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഒരു സ്ഥിതി, അതിനെയാണ് വിളിക്കുന്നത് സമ്പൂർണത, സമ്പന്നത. അതിനെയാണ് ബാബയുടെ ഭാഷയിൽ പറയുന്നതാണ് മാലാഖ. ഒരു മാനവൻ മാലാഖയാവുക. ഭക്തിയിലൊക്കെ പറയാറുണ്ട് മാനവൻ മാധവൻ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ മാനവന് മാധവനാകുവാൻ അല്ലെന്നുണ്ടെങ്കിൽ മാലാഖയാകുവാൻ സാധിക്കുന്ന കാര്യമാണോ എന്ന് എല്ലാവർക്കും സംശയം തോന്നും. ലോകത്തിലെ വലിയ വലിയ മഹാത്മാക്കളുണ്ട്. അവർ ജന്മം കൊണ്ട് തന്നെ വലിയ വലിയ മഹാത്മാക്കളാണ്. അതിൽ നമുക്കറിയാം, ഭാരതത്തിൽ തന്നെ എത്രയോ വലിയ വലിയ സന്യാസി വര്യന്മാരുണ്ട്. അവരുടെ സംസ്കാരം തന്നെ അത്രയും ഉയർന്ന സംസ്കാരമായതുകൊണ്ടാണ് അവർ ജന്മനാ തന്നെ അത്രയും ഉയർന്ന അങ്ങനെയുള്ള ക്വാളിറ്റീസ് പ്രകടമാക്കിയത് കൊണ്ടാണ് അവർക്ക് അത്രയും പ്രസക്തിയുള്ളത്. എന്നാൽ സാധാരണ ജീവിതം നയിച്ച ബ്രഹ്മബാബ ഏറ്റവും ഉയർന്ന മാനവനാവുക, അർത്ഥം സമ്പൂർണ്ണ മനുഷ്യനാവുക, മാലാഖയാവുക. ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ, നല്ല ക്വാളിറ്റി ഉള്ളവരെ ആൾക്കാർ പറയും അവരൊരു മാലാഖയാണ് എന്ന് പറയും. പക്ഷെ യഥാർത്ഥത്തിലുള്ള മാലാഖ ആരാണ് എന്ന് ബ്രഹ്മബാബ ഈ സാധാരണ ലോകത്തിൽ ജീവിച്ച് ബാബ കാണിച്ചു തന്നു. അതിൻ്റെ പ്രചോദനമാണ് ഇന്ന് ലോകത്താകമാനം ബ്രഹ്മകുമാരീസിൻ്റെ 140 രാജ്യങ്ങളിലുള്ള 10,000-കണക്കിന് ശാഖകളിലൂടെ ഇന്നത്തെ ദിവസം എല്ലാ ബ്രഹ്മവത്സലരും, ബ്രഹ്മാവിൻ്റെ പുത്രന്മാരും പുത്രിമാരും ഇന്ന് ബാബയുടെ സ്മൃതി ദിവസമായി ആഘോഷിക്കുകയാണ്. ആഘോഷിക്കുക എന്ന് പറഞ്ഞിരുന്നാൽ ആയിത്തീരുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്കറിയാം, ശിവബാബ സംഗമയുഗത്തിൽ വന്നു. സംഗമയുഗത്തിൽ ഒത്തിരി പ്രത്യേകതകളുണ്ട്. അത് മറ്റ് യുഗങ്ങളെ പോലെയല്ല. അതിലെ ആദ്യത്തെ പ്രത്യേകതയാണ് അതിനെ വരദാനി യുഗം എന്ന് പറയും. വരദാനം എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥം തന്നെ അധികം പ്രയത്നമില്ലാതെ നമുക്ക് ഏതെങ്കിലും ലക്ഷ്യം കൈവരിക്കുവാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ
നമ്മുടെ ഏതെങ്കിലും കലകളോ കഴിവുകളോ നമുക്ക് ജീവിതത്തിൽ പ്രകടമാക്കുവാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനെയാണ് വരദാനം എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ നിർവചനം. അതാണ് ബാബ സംഗമയുഗത്തിൽ ഈ പേര് കൊടുത്തു, വരദാന യുഗമാണ്. അതിൽ പ്രത്യേകിച്ച് വരദാനി മാസമെന്നും ഇന്നത്തെ ദിവസം ജനുവരി 18 വരദാനി ദിവസമെന്നുമാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം അല്ലെന്നുണ്ടെങ്കിൽ ഈ മാസം അല്ലെന്നുണ്ടെങ്കിൽ ഈ സംഗമയുഗം നമുക്ക് എന്ത് വരദാനം വേണമെന്നുണ്ടെങ്കിലും പ്രാപ്തമാക്കാൻ പറ്റുന്ന ദിവസമാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം. അതുകൊണ്ട് ബാബയുടെ പ്രിയ കുട്ടികൾ ബാക്കിയെല്ലാം മാറ്റി വച്ചിട്ട് ബാബയ്ക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം മുഴുവനായിട്ട് നമ്മളിവിടെ ഇരിക്കുന്നത് തന്നെ വളരെ വലിയ കാര്യമാണ്. ബാബ വാണികളിൽ പറയാറുണ്ട്, ആരാണോ ഈ വിശേഷ ദിവസത്തെ തിരിച്ചറിഞ്ഞ് അതിനെ മാക്സിമം പ്രയോജനപ്പെടുത്തുന്നത് അവരെയാണ് വിളിക്കുന്നത് വിശേഷ ആത്മാവ് എന്ന് വിളിക്കും. അപ്പം നമുക്കെല്ലാവർക്കും ഇവിടെ മുഴുവൻ മനസ്സോടുകൂടി, നമ്മുടെ ശരീരം കൊണ്ട് എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്, പൂർണ്ണ മനസ്സോടുകൂടി നമ്മളിവിടെ ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ബെനിഫിറ്റ് ഉറപ്പായിട്ട് നമുക്ക് ലഭിക്കും. കാരണം ഇത് വരദാന ദിവസമാണ്. അപ്പോൾ ഇതിൽ ഈ ദിവസത്തിലെ ഓരോ സെക്കൻഡും ഓരോ ശ്വാസവും നമുക്ക് എന്ത് വരദാനം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ബാബയിൽ നിന്നും എടുക്കുകയല്ല, ബാബ ശരിക്കും ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വരം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനും ഒരു വിധിയുണ്ട്. അപ്പോൾ വിധി ധാരാളമുണ്ട്. പക്ഷെ ഇന്നത്തെ ദിവസത്തിൽ ഒരൊറ്റ വിധി മാത്രം ആണ് ബാബ പറഞ്ഞിരിക്കുന്നത്. വരദാതാവായിട്ടുള്ള ബാബയുടെ സ്നേഹത്തിൽ ലയിച്ചിരിക്കൂ. നിങ്ങൾക്ക് എന്ത് വരദാനം വേണമെന്നുണ്ടെങ്കിലും വരദാതാവായ ബാബയിൽ നിന്നും പ്രാപ്തമാകും. അപ്പം നമ്മളെല്ലാവരും ഇന്ന് ബാബയുടെ സ്നേഹത്തിൽ അലിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ നമുക്കൊരു മിനിറ്റ് ഒന്നുകൂടി ബാബയുടെ സ്നേഹത്തിലൊന്ന് അലിഞ്ഞിരിക്കാം. ബാബ പ്രത്യേകിച്ച് ഇന്ന് ബ്രഹ്മബാബ നമ്മുടെ അമ്മയുടെ റോള് അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്, അച്ഛൻ്റെ റോളും അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. അച്ഛനാണ്, അമ്മയാണ് എന്നുള്ള മനസ്സിൻ്റെ ഭാവനയിൽ ഒന്ന് നമുക്ക് ലയിച്ചിരിക്കാം. സാധാരണ ലോകത്തിൽ ആരെങ്കിലും ദേഹം വെടിയുകയാണ് എങ്കിൽ അവർ സമ്പാദിച്ച സ്വത്തും ബാങ്ക് ബാലൻസും എല്ലാം അവരാർക്കൊക്കെ കൊടുക്കണമെന്നുള്ളത് ബില്ല് എഴുതി വയ്ക്കാറുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞു, ഇവിടെ ബാബയുടെ സമ്പാദ്യം ശരിക്കും ആത്മീയ ശക്തികളാണ്, ആത്മീയ സിദ്ധികളാണ്. അതെല്ലാം ബാബയുടെ വിൽ പവർ ഉപയോഗിച്ച് തൻ്റെ കുട്ടികൾക്കെല്ലാം കൊടുത്ത ദിവസമാണ് ശരിക്കും പറഞ്ഞിരുന്നാൽ ജനുവരി 18. വലിയ വലിയ ആചാര്യന്മാരും അങ്ങനെയാണ്. അവർ ദേഹം വെടിയുന്ന സമയത്ത് അവർ തപസ്സിലൂടി ഏതെല്ലാം ശക്തികളാണോ സിദ്ധികളാണോ പ്രാപ്തമാക്കിയിരിക്കുന്നതോ അത് തൻ്റെ അരിമ ശിഷ്യന്മാർക്ക് അവർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് നമ്മൾ ധാരാളം ആചാര്യന്മാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ബ്രഹ്മബാബ, ഇവിടെ ശിഷ്യന്മാരില്ലല്ലോ, ബ്രഹ്മ ബാബ എന്ന് പറഞ്ഞിരുന്നാൽ നമ്മുടെ പ്രിയങ്കരനായ അച്ഛൻ എന്നാണ്. ബാബ കഠിനമായി തപസ് ചെയ്തിട്ട് തന്നെയാണ് ബാബ ഈ സ്ഥിതി, ആ സമ്പൂർണ്ണ സ്ഥിതി, അവ്യക്ത ഫരിസ്ത സ്ഥിതി കൈവരിച്ചത്.
ബാബയുടെ കഠിനമായ സാധനയിലൂടെയാണ്. അപ്പോൾ അതിനെ തന്നെയാണ് പുരുഷാർത്ഥം എന്ന് പറയുന്നത്. ആ പുരുഷാർത്ഥത്തിലൂടെ ബാബ നേടിയെടുത്ത തപസ്സിൻ്റെ ശക്തി മുഴുവനും ഒരാൾക്കല്ലല്ലോ. നമ്മൾ അനുഭവത്തിൽ കേട്ടിരിക്കുന്നത് ദാദി പ്രകാശ് മണിക്ക് എല്ലാം കൊടുത്തു എന്നാണ്. അപ്പോൾ ദാദി പ്രകാശ് മണി അവിടെ ശരിക്കും നിമിത്തമാണ്. അതുകൊണ്ട് ബാബ ദാദിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിരുന്നതിൽ അർത്ഥം ബാബയുടെ എല്ലാ കുട്ടികൾക്കും ബാബയുടെ വിൽ പവർ ഉപയോഗിച്ച് തന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് ഓരോ ജനുവരി മാസവും, അതിൽ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം നമുക്ക് സ്പെഷ്യലി ബാബയുടെ വിൽ പവർ ഉപയോഗിച്ച് ബാബ നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനനുസരിച്ച് ചെറുതായിട്ടൊന്ന് ട്യൂൺ ചെയ്തിരിക്കണം. ബാബ ഇന്നത്തെ സാകാര മുരളിയിൽ പറഞ്ഞിരിക്കുന്നു, ആത്മാവിനെ കാണുക അർത്ഥം സകാശ് കൊടുക്കുക എന്നുള്ളതാണ്. സകാശ് പ്രത്യേകിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ആത്മാവിനെ കാണുന്നത് തന്നെ അവർക്ക് സകാശ് കൊടുക്കലാണ്. സകാശ് എന്ന് പറഞ്ഞിരുന്നാൽ അത്രയും പവർഫുൾ ലൈറ്റ് ആൻഡ് മൈറ്റ്, ഈശ്വരീയ ശക്തികളും വരദാനങ്ങളും എല്ലാം നിറഞ്ഞത് ബാബ നൽകുകയാണ്. പക്ഷേ നമ്മൾ കേവലം എങ്ങനെ ഇരിക്കണം? ആത്മാവായിട്ടിരിക്കണം, അശരീരിയായിട്ടിരിക്കണം. അപ്പോൾ ബാബ നമുക്ക് മുഴുവൻ സകാശ് എന്ന് പറഞ്ഞിരുന്നാൽ ബാബയുടെ ലൈറ്റും മൈറ്റും എന്നിലേക്ക് വന്ന് പതിഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു സെക്കൻഡാണെങ്കിൽ ഒരു സെക്കൻഡ്, ഒരു നിമിഷമാണെങ്കിൽ ഒരു നിമിഷം, ഒരു മണിക്കൂറാണെങ്കിൽ ഒരു മണിക്കൂർ, ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം ശരിയാക്കി കഴിഞ്ഞിരുന്നാൽ ബാക്കിയെല്ലാം ശരിയാവും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഈ സെക്കൻഡാണ്, ഈ നിമിഷമാണ്. അപ്പോൾ ഈ നിമിഷത്തിൽ നമ്മൾ അശരീരിയായിട്ടിരിക്കുക അർത്ഥം ഫുൾ സ്റ്റോപ്പ്. ബാക്കി എല്ലാ ചിന്തകൾക്കും വിരാമം. പൂർണ്ണമായിട്ടും ഫുൾ സ്റ്റോപ്പായിട്ടിരുന്നു നമുക്ക് അശരീരിയായിട്ട് മാത്രം ഇരിക്കാം. ബാബയുടെ സകാശ് ലൈറ്റിൻ്റെ മൈറ്റിൻ്റെ രൂപത്തിൽ എന്നിലോട്ട് പതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അനുഭവം ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ബാക്കി എല്ലാ ചിന്തകൾക്കും ഫുൾ സ്റ്റോപ്പ് ഇട്ട് നമ്മളിപ്പോൾ ബിന്ദു സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. സ്ഥിതി ചെയ്യണം. ഓം ശാന്തി. ഇന്നത്തെ വാണിയിലെ പോയിന്റും ഇത് തന്നെയാണ്. എത്രമാത്രം അശരീരി സ്ഥിതി, ബിന്ദുരൂപ സ്ഥിതി പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും നമ്പർ 1 എത്തുന്നത് വളരെ സഹജമാണ്. ഒരച്ഛന് ധാരാളം സ്വത്തുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. അവൾ മക്കളോട് പറയണോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഭാഗം വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ എടുത്തോളാൻ പറയുകയാണ്. അപ്പോൾ ആ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഏത് സ്ഥലം വേണമോ, ഏത് ഫാക്ടറി വേണമോ, ഏത് ബംഗ്ലാവ് വേണമോ അതെല്ലാം എടുക്കാൻ പറ്റും. അതേപോലെ നമ്മുടെ ശിവബാബ അറിയല്ലോ, സാഗരമാണ്, അതിസമ്പന്നനാണ്. ബാബ പക്ഷേ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളിനെ നിയോഗിച്ചിട്ടുണ്ട്. അതാണ് പുരാണങ്ങളും പറയാറുണ്ട്, ബ്രഹ്മാവ്. അതുകൊണ്ടാണ് ചിലരിങ്ങനെ ചോദിക്കാറുണ്ട്, ബ്രഹ്മാവ് ഭാഗ്യം വീതിച്ചപ്പോൾ നിങ്ങളെന്താ ഉറങ്ങിപ്പോയോ എന്ന് ചോദിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഇന്നത്തെ വാണിയിലും പറഞ്ഞിട്ടുണ്ട്, 1000 കൈകളുള്ള ബ്രഹ്മാവ് വിതരണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. അതുകൊണ്ട് 1000 കൈകളൊന്നും പോരാ, എത്രയോ കൈകളിലൂടെ അങ്ങനെ പറയുന്നുള്ളൂ. പക്ഷേ എത്രയോ കൈകളിലൂടെ ബാബ വിതരണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഭാഗ്യം, ജ്ഞാനം, ഗുണങ്ങൾ, ശക്തികൾ, വരദാനം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഒന്ന് ആത്മപരിശോധന ചെയ്യണം. നമ്മളിതിൽ
എന്തെല്ലാം നമ്മൾ സ്വന്തമാക്കി മാറ്റി. ദിവസേന നമ്മൾ സ്ലോഗൻ കേൾക്കാറുണ്ട്. ഒരൊറ്റ ലൈനാണ്, മുദ്രാവാക്യം എന്ന് മലയാളത്തിൽ പറയും. ആ മുദ്രാവാക്യം നമ്മൾ ഏതെങ്കിലും മുദ്രാവാക്യം എൻ്റേത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്വന്തമാക്കിയോ പരിശോധിക്കണം. ശിവബാബു പറഞ്ഞതിൽ ഒരു സ്ലോഗൻ ബ്രഹ്മബാബ സ്വന്തമാക്കി. നമുക്കറിയാം അതേതാണ് ആ മുദ്രാവാക്യം. ഞാൻ എന്ത് കർമ്മം ചെയ്യുന്നുവോ അത് കണ്ട് മറ്റുള്ളവരും ചെയ്യും. ഇത് ബ്രഹ്മബാബയുടെ മുദ്രാവാക്യമാണ്. പിന്നെ ബ്രഹ്മബാബയ്ക്ക് ധാരാളം മുദ്രാവാക്യങ്ങളുണ്ട്. സേവനം, സേവനം, സേവനം. പിന്നെ അതുപോലെ തന്നെ മമ്മ സ്വന്തമാക്കിയിട്ടുള്ള ശിവബാബയുടെ മുദ്രാവാക്യമുണ്ട്. നമുക്കറിയാം ഓരോ നിമിഷവും അന്തിമ നിമിഷം. നമ്മുടെ ദീദി മൻമോഹിനി ദീദിയും ഒരു പോയിന്റ് സ്വന്തമാക്കി. അതാണ് അബ് ഘർ ജാനാ ഹെ, ഇപ്പോൾ തിരികെ വീട്ടിലേക്ക് പോകണം. അങ്ങനെ ഓരോ ദാദിമാരും അതുപോലെ തന്നെ നമ്മുടെ വിദ്യാലയത്തിലുള്ള യജ്ഞത്തിലുള്ള മഹാരഥികൾ അങ്ങനെ ഒത്തിരി മുദ്രാവാക്യങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നു. സാധാരണ ഭൗതിക ലോകത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഗാന്ധിജിയോട് ചോദിച്ചു, ലോകത്തിന് എന്തെങ്കിലും സന്ദേശം കൊടുക്കാനുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇതാണ്, എൻ്റെ ജീവിതം തന്നെയാണ് സന്ദേശം. അതെല്ലാവർക്കും അറിയാം. അതേപോലെ ബാബയുടെ കുട്ടികൾക്കും എല്ലാവർക്കും ഇതറിയാം. ബ്രഹ്മബാബയുടെ മുദ്രാവാക്യം ഇതാണ്, മമ്മയുടെ മുദ്രാവാക്യം അതാണ്. അപ്പം നമ്മുടെ മുദ്രാവാക്യമോ? നമ്മൾ എല്ലാ ദിവസവും മുരളി കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു സ്ലോഗൻ എൻ്റെ സ്വന്തമാക്കി നമ്മൾ മാറ്റിയോ? അത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുദ്രാവാക്യം ഇന്ന് ബാബ വിൽ പവറിലൂടെ, എക്സ്ട്രാ സ്പെഷ്യലി പവറിലൂടെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു മുദ്രാവാക്യം നമ്മുടെ മനസ്സിലൊന്ന് ഉറപ്പിക്കണം. ഇന്ന് മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ മുദ്രാവാക്യം ഇതായിരിക്കും. കണ്ടില്ലേ, എത്രയോ മനോഹരമായിട്ടുള്ള നല്ല നല്ല മുദ്രാവാക്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമുക്കെപ്പോഴും ഓർമ്മയിൽ വയ്ക്കാൻ, നമ്മളെ പല കാര്യങ്ങളിലും നമ്മളെ സഹായിക്കാനും തരണം ചെയ്യുവാനും ഒക്കെ സഹായിക്കുന്നത് ഒരു മുദ്രാവാക്യമാണ്. എന്ത് സംഭവിച്ചുവോ, എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുവോ, ഇനി എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നോ, അതിലെല്ലാം എന്തടങ്ങിയിട്ടുണ്ടോ? നന്മ അടങ്ങിയിട്ടുണ്ട്. ആ മുദ്രാവാക്യം നല്ല ബെസ്റ്റ് മുദ്രാവാക്യമാണ്. അപ്പോൾ അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും മുദ്രാവാക്യം നമ്മൾ ദിവസേന സ്ലോഗനിൽ നമുക്ക് ലഭിക്കും. അപ്പോൾ ആ മുദ്രാവാക്യം നമ്മുടെ മനസ്സിൽ ഒന്നുകൂടി മുഴങ്ങണം. അപ്പോൾ അതിൽ ഏത് മുദ്രാവാക്യമാണ് നമ്മൾ സ്വന്തമാക്കുന്നത് നമ്മളൊന്ന് ആലോചിക്കുക. അങ്ങനെ എന്നിട്ട് എന്ത് ചെയ്യണം? എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് മുഴങ്ങിക്കൊണ്ടേയിരിക്കണം. ബാബ ഇത്രയും ജ്ഞാന രത്നങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ജ്ഞാനത്തിൻ്റെ പോയിന്റ്സ് ദിവസേന മുരളിയിൽ കൂടി നൽകിക്കൊണ്ടിരിക്കുന്നു. അതും തിരിച്ചറിയണം. മുരളിയുടെ പ്രാധാന്യം തിരിച്ചറിയണം. അവരെയാണ് നേരത്തെ പറഞ്ഞു വിശേഷാത്മാക്കൾ. ഇന്ന് ബാബയ്ക്ക് കണ്ടില്ലേ, കുട്ടികൾക്ക് തരാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ സാകാര അവ്യക്ത വാണിയാണ് ബാബ നൽകിയിരിക്കുന്നത്. ഓരോ ദിവസവും വാണിക്ക് ആരാണോ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത്, അത് ഭഗവാന്റെ മഹാവാക്യങ്ങളാണ്. ആ ഭഗവാന്റെ മഹാവാക്യങ്ങളെ അത്രയും പ്രാധാന്യം കൊടുത്ത് തിരിച്ചറിഞ്ഞ് സന്മുഖം വന്ന് കേൾക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ഭഗവാന് വളരെ പ്രിയപ്പെട്ട കുട്ടികളാണ്. അതുകൊണ്ട് തന്നെയാണ് ബ്രഹ്മബാബ ഈശ്വരന് വളരെ പ്രിയപ്പെട്ടതായിട്ട് മാറിയത്. എന്തുകൊണ്ടാണെന്നാൽ ബാബ മുരളിയെ അത്രമാത്രം സ്നേഹിച്ചു. മറ്റുള്ള കുട്ടികൾക്കും അതേപോലെ തന്നെ മുരളി കേൾപ്പിച്ചു. അതുകൊണ്ടാണ് ഭാവിയിൽ മുരളീധരൻ എന്ന് തന്നെ അറിയപ്പെട്ടത്. അപ്പം നമുക്ക് എന്നും മുരളി ലഭിക്കുന്നുണ്ട്. പക്ഷെ ആ മുരളിയിൽ നിന്നും നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് പോയിൻ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? നമുക്ക് ഇഷ്ടപ്പെട്ട പോയിന്റുകൾ ധാരാളം ഉണ്ടാകണം.
അതിൽ 10-50 പോയിൻ്റെങ്കിലും നമ്മുടെ ബുക്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അത് സ്പെഷ്യലി ഇന്നത്തെ മുരളിയിൽ നിന്നും നമുക്കിഷ്ടപ്പെട്ട പോയിൻ്റ് എടുക്കണം. ഇന്നത്തെ പോയിന്റിൽ ധാരാളം മനോഹരമായിട്ടുള്ള കുറേ പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യുക, അത് നമ്മുടെ മനസ്സിൽ കുറിക്കുന്നതിന് വേണ്ടിയിട്ട്, പതിയുന്നതിന് വേണ്ടിയിട്ട് എവിടെയെല്ലാം എഴുതി വയ്ക്കാൻ പറ്റുമോ അവിടെയെല്ലാം ആവർത്തിച്ച് എഴുതുക, മനസ്സിൽ പതിയും. അപ്പോൾ ഇന്നത്തെ വാണിയിൽ വളരെ വളരെ മനോഹരമായ ഒരു മഹാവാക്യമുണ്ട്. അപ്പോൾ അത് ഏതാണെന്നറിയാമോ ആ മഹാവാക്യം? നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ ഏതെങ്കിലും പോയിന്റുകൾ തെളിഞ്ഞു വരുന്നുണ്ടോ? അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോയിന്റ്, കാരണം ജീവിതത്തിലെ ചില പരീക്ഷണ ഘട്ടങ്ങളിൽ അങ്ങനെയുള്ള പോയിന്റുകൾ നമ്മുടെ സഹായത്തിന് ഓടിയെത്തും, പക്ഷെ നേരത്തെ കരുതി വയ്ക്കുകയാണെങ്കിൽ മാത്രം. അപ്പോൾ അതിൽ ഏറ്റവും നല്ല ബെസ്റ്റ് പോയിൻ്റാണ് ബാബയുടെ, അതിൽ പറയാറുണ്ടല്ലേ ശിവഭഗവാന് വാച്ച് എന്ന്. നമ്മൾ എന്ത് ചെയ്യണം? പലപ്പോഴും അങ്ങനെ എഴുതി വയ്ക്കണം. നമ്മൾ മധുബനിൽ പോകുമ്പോൾ തന്നെ അങ്ങനെയുള്ള വേഡിങ്സ് എഴുതി വെച്ചിട്ടുണ്ടാകും. നല്ല സ്ട്രൈക്കിംഗ് വേഡിങ്സാണ്. അപ്പോൾ അതെല്ലാം മുരളിയിൽ നിന്നും പറക്കിയെടുക്കുന്നതാണ്. അവർക്കല്ലാതെ സ്പെഷ്യലി ശിവബാബ കൊണ്ട് കൊടുക്കുന്നില്ല. ശിവബാബ സ്പെഷ്യലി നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അതിനെയാണ് പറയുന്നത് തിരിച്ചറിയണം. അതിൽ നല്ല ബെസ്റ്റ് പോയിൻ്റാണ്. നിങ്ങൾക്ക് ടച്ചായി കാണും ആ പോയിൻ്റ്. എന്നിരുന്നാലും ഒന്നുകൂടി ആവർത്തിച്ച് പറയാം. അത് വളരെ എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ട് ഒന്നുകൂടി എടുത്ത് പറയുകയാണ്. ഈ ഡ്രാമയിൽ എന്താണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് സംവിധായകനായ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത സെൻറ്റൻസാണ്, അതുകൊണ്ട് തന്നെ സംവിധായകൻ്റെ മക്കളായ നിങ്ങൾ ഓരോ കുട്ടികളും ഈ നാടകത്തിൽ എന്താണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതും ഇഷ്ടപ്പെടുക തന്നെ വേണം. നമ്മൾ ഇത്രേ കേട്ടുള്ളൂ. അപ്പോൾ ഒരു സാധാരണ പോയിൻ്റായിട്ടായിരിക്കും തോന്നുക. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഈ റോള് എപ്പോഴും ഒരേപോലെ അല്ലല്ലോ കടന്നു പോകുന്നത്. ചിലപ്പോൾ ചില വലിയ പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നു പോകും. ആ സമയത്ത് ഈ പോയിൻ്റ് ഒന്ന് ഓർത്തു നോക്കണം. അത് വല്ലാത്തൊരു മെഡിസിനായിട്ട് മാറും. ആ സമയത്താണ് നമുക്ക് ഓർമ്മയിൽ വരുന്നത്, ഇതാ കണ്ടില്ലേ, ഈ കടന്നു പോകുന്ന കൈപ്പുള്ള അത്രയും വിഷമകരമായ അത്രയും ദുർഘടം നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. പക്ഷെ അതും ബാബയാണ് സംവിധാനം ചെയ്തു വച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സംവിധായകനായിട്ടുള്ള ബാബയ്ക്ക് അത് വളരെ പ്രിയപ്പെട്ട ഒരു സന്ദർഭമാണ്, സാഹചര്യമാണ്. അതുകൊണ്ട് എനിക്കിച്ചിരി വിഷമത ഉണ്ടാക്കുന്നതാണെന്നുണ്ടെങ്കിലും, എനിക്കിച്ചിരി വേദന ഉണ്ടാക്കുന്നതാണെങ്കിൽ പോലും ഞാനും എന്ത് ചെയ്യണം? ആ സീൻ ഇഷ്ടപ്പെടുക തന്നെ വേണം. അവരെയാണ് വിളിക്കുന്നത് ഹീറോ. അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം ഈ നാടകത്തിൽ ബാബ സംവിധാനം ചെയ്തു വച്ചിരിക്കണം എന്ന് പറഞ്ഞിരുന്നാൽ ഏതെങ്കിലും ഒരു സംവിധായകനെ അങ്ങനെ ചെയ്യുമോ? ഒരിക്കലും ചെയ്യില്ല. അതിൽ ഏറ്റവും ഹീറോ ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഏറ്റവും കഷ്ടത നിറഞ്ഞ, അല്ലെന്നുണ്ടെങ്കിൽ അത്രമാത്രം പ്രയാസം നിറഞ്ഞ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നത് മുഴുവനും ഹീറോ പാറ്റധാരികൾക്കാണ്. അപ്പോൾ അതേപോലെ നമ്മുടെ ജീവിതത്തിലും അങ്ങനെയുള്ള ഘട്ടങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സംവിധായകൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ വേറെ ഒന്നും ചിന്തിക്കരുത്. വേറെ വല്ലതും ചിന്തിച്ചു കഴിഞ്ഞാൽ വീണ്ടും നെഗറ്റീവായി പോകും. എൻ്റെ കർമ്മക്കണക്ക്, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ തലയിലെഴുത്ത്, അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ വീണ്ടും നെഗറ്റീവായി പോകും. ഇത് ഏറ്റവും ബാബ പോസിറ്റീവായിട്ടാണ് ആ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. എത്ര മനോഹരമായ പോയിന്റാണ്, എത്ര പോസിറ്റീവാണ്, ബാബയ്ക്ക് ഇഷ്ടമാണെന്ന് പോലും. ഏത് പോയിന്റ്? ഞാനിപ്പോൾ ഈ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് ബാബയ്ക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാനും എന്ത് ചെയ്യണം? ഇഷ്ടപ്പെടുക തന്നെ വേണം. അത് ബെസ്റ്റ് പോയിന്റാണ്. അപ്പോൾ ആ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം? ഓർമ്മയിൽ വയ്ക്കണം. ആ സന്ദർഭത്തിൽ ഓർമ്മയിൽ വയ്ക്കണം. ചുമ്മാ ഓർമ്മിച്ചാൽ മാത്രം പോരാ, നമ്മളും എന്ത് ചെയ്യണം? ഇഷ്ടപ്പെട്ട് തന്നെ ആ റോളിലൂടെ കടന്നു പോകണം. നോക്കൂ, അത് വളരെ സഹജമായിട്ട് നമുക്ക് തരണം ചെയ്യാൻ പറ്റും. അത് വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റാണ്. അപ്പോൾ അങ്ങനെ ഓരോ വാണിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം?
കുറച്ച് പോയിന്റ്. ഇന്നത്തെ വാണി തന്നെ എന്തുമാത്രം പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ആ പോയിന്റുകളെല്ലാം നമ്മളെടുത്ത് നമ്മളൊന്ന് ചാലിച്ച് വയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം തന്നെ എഴുതി ഒട്ടിച്ച് വെക്കണം. അതൊരു കലയാണ്, അതൊരു വിശേഷതയാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? ആ പോയിന്റുകൾ നോട്ട് ചെയ്ത് വയ്ക്കൂ. നമ്മുടെ ജീവിതത്തിൽ അത് അങ്ങനെയുള്ള സമയങ്ങളിൽ പ്രയോജനപ്പെടും. പിന്നെ ഇന്നത്തെ വാണിയിൽ വേറെ എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റാണ്, അതും സ്ട്രൈക്കിംഗ് പോയിന്റാണ്, ടച്ചിങ് ആവുന്ന പോയിന്റാണ്. വിഘ്നങ്ങൾക്ക് കാരണമെന്താണ്? നിങ്ങൾ എത്രമാത്രമാണോ ആത്മീയതയിൽ നിന്നും ഇച്ചിരി ലൂസാകുന്നത്, അതിൻ്റെ ആ ഒരു ലഹരി കുറഞ്ഞു പോകുന്നത്, അപ്പോൾ വിഘ്നങ്ങൾ എന്തു ചെയ്യും? കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ എത്രമാത്രം ആത്മബോധത്തിൻ്റെ ആ ആഴങ്ങളിലോട്ട് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു, വിഘ്നങ്ങൾക്ക് ശമനമുണ്ടാകും. നല്ല ബെസ്റ്റ് പോയിന്റാണ്, ബെസ്റ്റ് പോയിന്റ്. അത് നമുക്കറിയാം. വിഘ്നങ്ങളുടെ കാരണം എന്ന് പറഞ്ഞിരുന്നാൽ തന്നെ യഥാർത്ഥത്തിൽ ദേഹബോധമാണ്. അത് കാരണമാണ് വിഘ്നവും ദുഃഖവും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ശമനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആത്മബോധം വേണം. അത് സാധാരണ ഭക്തിയിൽ പോലും അറിയാം. ആൾക്കാർക്ക് എന്തെങ്കിലും വിഷമത ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ എന്ത് ചെയ്യും? ക്ഷേത്രങ്ങളിൽ പോവുക, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആത്മീയമായിട്ടുള്ള ഏതെങ്കിലും പാരായണം ഗ്രന്ഥങ്ങൾ പഠിക്കുക. ഇങ്ങനെയുള്ള ആത്മീയ മാർഗത്തിൽ പോകുന്നതിൻ്റെ കാരണം തന്നെ ആ വിഘ്നങ്ങൾക്കും ദുഃഖങ്ങൾക്കും ഒന്ന് ശമനമുണ്ടാകുവാൻ വേണ്ടിയിട്ടാണ്. ബാബ ഇവിടെ പ്രാക്ടിക്കലി പഠിപ്പിക്കുകയാണ്. അവർ ആത്മീയത എന്ന് പറഞ്ഞിരുന്നാൽ എവിടെയെങ്കിലും പോകുന്നു, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ശരിക്കും നമ്മൾ എവിടെ ഇരുന്നിരുന്നാലും ആത്മബോധത്തിൻ്റെ പ്രാക്ടീസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വിഘ്നങ്ങൾക്കെല്ലാം ശമനമുണ്ടാകും. നമ്മൾ ശരിക്കും പറഞ്ഞിരുന്നാൽ വിഘ്നേശ്വരനായിട്ട് മാറുകയല്ല, ശരിക്കും നിർവിഘ്നമായിട്ട് മാറും. വിഘ്നേശ്വരൻ എന്ന് പറഞ്ഞിരുന്നാൽ വിഘ്നം വന്നിട്ട് അത് ഇല്ലാതാക്കുന്ന ശക്തിയാണ് വിളിക്കുന്നത് വിഘ്നേശ്വരൻ. നിർവിഘ്നം എന്ന് പറഞ്ഞിരുന്നാൽ അവരുടെ വിഘ്നം അവരുടെ പ്രദേശത്ത് പോലും അടുത്തുപോലും വരാത്ത ഒരു സ്ഥിതിവിശേഷത്തെയാണ് വിളിക്കുന്നത് നിർവിഘ്ന സേവാധാരി, നിർവിഘ്നനായ ബാബയുടെ കുട്ടി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമുക്ക് ആത്മബോധത്തിൽ ബിന്ദു സ്വരൂപത്തിൽ എത്രമാത്രം നമുക്ക് ഇരിക്കാൻ പറ്റുമോ അത്രയും ഇരിക്കുക. നമ്മുടെ ഇന്നത്തെ ദിവസം വരദാനി ദിവസമാണ്. നമ്മൾ നിർവിഘ്നമായി മാറും. അപ്പോൾ ഇത് വെറും ആത്മാവായിട്ട് കാണരുത്. ഈ ആത്മാവിൻ്റെ സപ്ത ഗുണങ്ങളെയും കൂടി കാണുക. അതിൽ 7 കിരണങ്ങളും കൂടി കാണണം. ജ്ഞാനം അറിയാം, പിന്നെ പവിത്രത, പിന്നെ ശക്തി, സ്നേഹം, പിന്നെ ആണെന്നുണ്ടെങ്കിൽ ആനന്ദം. അങ്ങനെ ഈ സപ്ത ഗുണങ്ങൾ 7 ഗുണങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? കിരണങ്ങളായിട്ട് നമ്മുടെ മസ്തക മധ്യത്തിൽ ആത്മാവും ആത്മാവിൻ്റെ സപ്ത ഗുണങ്ങളോടുകൂടി നമ്മൾ കുറച്ച് സമയം ഇരിക്കുക. അപ്പോൾ നമ്മുടെ എന്തെല്ലാം വിഘ്നങ്ങളുണ്ടോ അതിനെല്ലാം എന്തുണ്ടാവും? ശമനമുണ്ടാകും. നമ്മൾ നിർവിഘ്നരായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഇരിക്കാം. ഓം ശാന്തി. അപ്പോൾ ഇതേപോലുള്ള പോയിന്റുകൾ ധാരാളം നമുക്ക് മുരളികളിൽ നിന്ന് ലഭിക്കും. അങ്ങനെ നമുക്കിഷ്ടപ്പെട്ട എല്ലാ പോയിന്റുകളും നമ്മളങ്ങനെ എടുത്ത് എഴുതി വയ്ക്കണം എന്നുള്ളതല്ല. നമുക്ക് സ്ട്രൈക്ക് ആവണം, നമുക്കൊന്ന് ടച്ച് ആവണം. അങ്ങനെയുള്ള പോയിന്റുകൾ വീണ്ടും വീണ്ടും എടുത്തു നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ലഹരി ഉണ്ടായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ലഹരി പലപ്പോഴും കുറഞ്ഞു പോകും. അതേപോലെ ഇന്നത്തെ ദിവസം ബാബ നമുക്ക് ബാബയുടെ സ്വത്തായിട്ടുള്ള വരദാനം നൽകുന്ന ദിവസമാണ്. അതുകൊണ്ടാണ് ഈ ദിവസത്തിന് വരദാനി ദിവസം എന്ന് പറയും. അപ്പം നമുക്ക് ബാബ ചുമ്മാ വന്നിങ്ങനെ വരദാനം നൽകുകയല്ല. അത് നമ്മൾ ഏതെങ്കിലും കഥകളിലോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ബ്രഹ്മാവ് വന്നിട്ട് എല്ലാവർക്കും വരം കൊടുക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഏത് അസുരന്മാരാണെന്നുണ്ടെങ്കിൽ രാക്ഷസന്മാരാണെന്നുണ്ടെങ്കിലും തപസ് ചെയ്യുന്നുണ്ടോ ബ്രഹ്മാവ് ഉടൻ തന്നെ എന്തെയും വരും. ബ്രഹ്മാവാണ് കൊടുക്കുന്നതായിട്ട് കാണിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ജ്ഞാനമാർഗത്തിലാണ്. അതാരാണെന്നുണ്ടെങ്കിലും ശരി, ആർക്കാണെന്നുണ്ടെങ്കിലും ശരി, ബാബ വരദാനം നൽകുവാൻ സന്നദ്ധനാണ് എന്നാണ് അത് കാണിച്ചിരിക്കുന്നത്. പക്ഷേ അതിനും ഒരു വിധിയുണ്ട്. വിധിയില്ലാതെ വരം കിട്ടുകയില്ല. അതുകൊണ്ടാണ് അതിൽ കാണിച്ചിരിക്കുന്നു അവർ തപസ് ചെയ്യുന്നു. തപസ് ചെയ്യുന്നവർക്കാണ് എന്ത് ചെയ്യുന്നത്? വരം കൊടുക്കുന്നതായിട്ട് കാണിച്ചിരിക്കുന്നു. പിന്നെ നിർണായക ഘട്ടത്തിൽ
ആരാണോ സഹായിക്കുന്നത് അവർക്കും വരം കൊടുക്കുന്നതായിട്ട് കാണിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ മാസം വരദാനി മാസമായതുകൊണ്ട് മധുവൻ തന്നെ നമുക്ക് ഈ മാസം മുഴുവൻ അയച്ചിരിക്കുന്ന വാണി പോയിന്റുകളെല്ലാം നമ്മൾ എടുത്തു നോക്കണം. മിക്കവാറും എല്ലാവരും മലയാളം വാണി വാങ്ങുന്നവരാണ്. ഇല്ലാത്തവർ വാങ്ങണം, വാങ്ങി പഠിക്കുക തന്നെ വേണം. അപ്പോൾ അതിൽ ഈ മാസത്തെ വരദാനങ്ങളെല്ലാം എടുത്തു നോക്കണം. ചുമ്മാ വരദാനം നമ്മൾ ഓടിച്ചു പോയി കഴിഞ്ഞിരുന്നാൽ വരദാനം നമുക്ക് സ്വന്തമാക്കാൻ പറ്റുകയില്ല. വരദാനം നമുക്ക് പ്രാപ്തമാകണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു വിധിയുണ്ട്. അത് 2-3 ദിവസം മുമ്പെയുള്ള വരദാനത്തിൽ ബാബു പറഞ്ഞിരിക്കുന്നു, നമുക്ക് സമർത്ഥ ഭവ എന്നുള്ള വരദാനം ലഭിക്കും. അതിനൊരു വിധിയും ബാബ പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഓർമ്മയുണ്ടായിരിക്കും. വാണി എല്ലാവരും നല്ലോണം പഠിക്കുന്നവരാണ്, അത് പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. അപ്പോൾ പറയുമോ, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സമർത്ഥ ഭവ എന്നുള്ള വരദാനം ആർക്കായിരിക്കും പ്രാപ്തമാവുക? ആർക്കായിരിക്കും പ്രാപ്തമാവുക? എന്താ? സ്നേഹി ആത്മാക്കൾക്ക് ഏത് വരദാനം വേണമെങ്കിലും കിട്ടും. ബ്രദർ ഏതായാലും ആ പോയിന്റ് പറഞ്ഞു, വളരെ നല്ല പോയിന്റാണ്. നേരത്തെ പറഞ്ഞതും അതിനെയാണ്. ഏത് വരദാനം വേണമെങ്കിലും കിട്ടും. അതുകൊണ്ട് ഈ വരദാനം വേണമെന്നുണ്ടെങ്കിൽ സ്നേഹത്തിലൂടെ നമുക്ക് ഒപ്പിച്ചെടുക്കാം. എന്നിരുന്നാലും ബാബു പക്ഷെ ആ വാണിയിൽ ഒരു വിധി കൃത്യമായിട്ടും പറഞ്ഞിരിക്കുന്നു. എന്താ? ധൈര്യശാലികളായിട്ടുള്ള കുട്ടികളെ ബാബയുടെ സഹായം കിട്ടും. എന്നാൽ ഇത് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് എംബോസിഷൻ എഴുതിയാൽ നന്നായിരിക്കേ. ആ വാണിയുടെ വരദാനം എടുത്ത് നോക്കുക. അതൊരു വിധിയാണ്. അതിൽ ബാബ നല്ല മനോഹരമായിട്ടുള്ള ശബ്ദങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെല്ലാവരും ആദിദേവന്റെ മക്കളാണ്. നമ്മൾ മാസ്റ്റർ ആദിദേവനാണ്, ആദിരത്നമാണ് എന്ന് ആരാണോ ഓരോ കർമ്മത്തിലും ചിന്തിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഓർമ്മയിൽ വയ്ക്കുന്നത്, ഓർമ്മയിൽ വച്ചുകൊണ്ട് ആരാണോ ഈ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ നല്ല ശബ്ദമാണ്. ആദിദേവൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ബ്രഹ്മാവാണ്. ആദിദേവന്റെ മക്കളായ നമ്മളെല്ലാവരും മാസ്റ്റർ ആദിദേവന്മാരാണ്. അതാണ് ഇന്നത്തെ ദിവസം സ്മൃതി ദിവസം അർത്ഥം സമൃദ്ധി ദിവസം എന്നാണ് അർത്ഥം. സമർത്ഥം അർത്ഥം വ്യർത്ഥമില്ലാത്തത് എന്നാണ് അതിൻ്റെ അർത്ഥം. വ്യർത്ഥമില്ലാത്തത്, വേസ്റ്റ് ഇല്ലാത്തത്. അപ്പോൾ ആർക്കാണോ സമർത്ഥ ഭവ എന്നുള്ള വരദാനം ഉള്ളത്, അവരുടെ സങ്കല്പങ്ങൾ എന്ത് സങ്കല്പിക്കുന്നോ അതൊന്നും പാഴായി പോവുകയില്ല. ആ സങ്കല്പങ്ങളെല്ലാം സഫലമാവുക തന്നെ ചെയ്യും. അവരുടെ സമയം എവിടെയൊക്കെ ചെലവഴിക്കുന്നുവോ അതിൽ നിന്നുമെല്ലാം നല്ല റിസൾട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒരിക്കലും സമയം വേസ്റ്റായി പോവുകയില്ല. അവർ എവിടെ പോയിക്കഴിഞ്ഞിരുന്നാലും എത്ര ആർക്ക് വേണ്ടിയിട്ടാണെങ്കിലും ശരി, അവർക്ക് വേണ്ടിയിട്ടോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ എത്ര സമയം ചെലവഴിക്കുന്നുവോ അതിലെല്ലാം അവർക്ക് നല്ല സഫലത നേട്ടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവരുടെ ധനം എവിടെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു, 1 രൂപ ചെറിയ പൈസയായിരിക്കാം, പക്ഷെ ആ പൈസ പോലും വലിയ കാര്യങ്ങൾ നടത്തി തരും. ആർക്ക്? സമർത്ഥ ഭവ എന്നുള്ള വരദാനമുള്ളവർക്ക്. അർത്ഥം കുറച്ച് സമയം കൊണ്ട് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. കുറച്ച് ഐഡിയാസ് അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് സങ്കല്പങ്ങൾ കൊണ്ട് അവർക്ക് വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അവരുടെ കുറച്ച് ധനം കൊണ്ട് വലിയ പ്രാപ്തികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അവരുടെ കുറച്ച് പ്രയത്നം കൊണ്ട് അവരുടെ ജീവിതത്തിൽ വളരെ ഉയരങ്ങളിൽ എത്തിച്ചേരാൻ പറ്റും. അതെല്ലാം യഥാർത്ഥത്തിൽ വരദാനത്തിൻ്റെ ഈ സമർത്ഥ ഭവ എന്നുള്ള വരദാനത്തിൻ്റെ അടയാളമാണ്. മറ്റേതാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പൈസ ചെലവഴിക്കും, എന്നിട്ടും അസുഖം തന്നെ മാറുന്നില്ല. ഏതൊക്കെയോ ആശുപത്രിയിലെ കാലിഞ്ഞ് തിരിഞ്ഞു, എന്നിട്ടും ഒന്നും നടക്കുന്നില്ല. എന്തുകൊണ്ടാണ്? സമർത്ഥ ഭവ എന്നുള്ള വരദാനം നമ്മൾ സ്വായത്തമാക്കിയിട്ടില്ല. ബാബ തന്നു, പക്ഷെ ഞാൻ എടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ സമർത്ഥ ഭവ എന്നുള്ള വരദാനം പ്രാപ്തമാക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഓർമ്മയിൽ ജസ്റ്റ് വലിയ തപസ്സൊന്നും ചെയ്യണ്ട. ഇത് നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴെല്ലാം ഇത് ഓർമ്മയിൽ വയ്ക്കാൻ വലിയ പ്രയാസമാണോ? നമുക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്തോ നമ്മൾ മറന്നു പോകുന്നുണ്ട്. അത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല, പക്ഷേ വേറെ ആരെയോ പേരൊക്കെ ബാബ പറയും. നമ്മളെ പേരൊന്നും പറയില്ല ബാബ.
അതിനെയാണ് വിളിക്കുന്നത് മായ. എന്നാലും നമ്മൾ എന്ത് ചെയ്യണം? ഇന്നത്തെ ദിവസം മായയോട് നമ്മൾ വെല്ലുവിളിക്കാൻ പോവുകയാണ്. എന്തായിരുന്നാലും ശരി, ഞാൻ സ്മൃതി സ്വരൂപമാവുക തന്നെ ചെയ്യും. ഇന്നത്തെ ഒരു ദിവസം, അല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ 1 മിനിറ്റ്, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? പതുക്കെ പതുക്കെ തുടങ്ങണം. ഈ 1 മിനിറ്റ് അല്ലെങ്കിൽ ഈ 1 മണിക്കൂർ ഞാൻ മുഴുവനും എന്ത് ചെയ്യണോ? സമർത്ഥ ഭവയുടെ വരദാനം പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ബാബയുടെ മാസ്റ്റർ ആദിദേവനാണ്, ഞാൻ ആദി രത്നമാണ്, ആ സങ്കല്പത്തിലിരിക്കണം. എങ്കിൽ ഈ വരദാനം മുകളിൽ നിന്ന് നമുക്കിങ്ങനെ ബാബ കൊണ്ട് തരും. ബാബയുടെ വരദാനത്തിൻ്റെ ഹസ്തം എൻ്റെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ ബാബ കൈവച്ച് പറയുകയാണ്, സമർത്ഥ ഭവ. എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും വേസ്റ്റ് ആവില്ല. സമയം, ഊർജം, പ്രയത്നം, സങ്കല്പം, ധനം, ജീവിതമേ വേസ്റ്റ് ആവില്ല. ജീവിതം നല്ല ബെസ്റ്റായിട്ട് മാറും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? സമർത്ഥ ഭവ എന്നുള്ള വരദാനം കരസ്ഥമാക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ബാബയുടെ ആദിരത്നമാണ്. അപ്പം നമ്മുടെ മസ്തകത്തിൽ ഒരു രത്നം ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. പിന്നെ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ മാസ്റ്റർ ആദിദേവനാണ്. ഓം ശാന്തി. ഈ മാസമുള്ള വരദാനങ്ങളെല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കുക. ബാബ അത് വളരെ സ്പഷ്ടമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നു. ഇന്ന വരദാനം പ്രാപ്തമാക്കണമെന്നുണ്ടെങ്കിൽ അത് ഇന്നതൊക്കെ ചെയ്യണം. അപ്പോൾ മറ്റൊരു വരദാനം 2 ദിവസം മുമ്പെയുള്ള വരദാനം തന്നെയാണ്. അതിലും ബാബ പറഞ്ഞിരിക്കുന്നു, ഫരിസ്താഭവ എന്നുള്ള വരദാനം ആർക്കാണ് പ്രാപ്തമാക്കുവാൻ സാധിക്കുന്നത്? ഫരിസ്താഭവ, സമ്പൂർണ്ണ അവ്യക്ത ഫരിസ്തയായി ഭവിക്കട്ടെ എന്നുള്ള വരദാനം ആർക്കാണ് പ്രാപ്തമാക്കുവാൻ സാധിക്കുന്നത്? ആർക്കാണ് സാധിക്കുന്നത്? അതും നിങ്ങൾ എംബോസിഷൻ എഴുതിക്കൊള്ളണേ. എന്നിട്ട് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ വരദാനത്തിൽ ബാബ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്, ആരാണോ ബ്രഹ്മബാബയുടെ ചുവടിന്മേൽ ചുവട് വയ്ക്കുന്നവർ അവർ ഫരിസ്തയായിട്ട് മാറും. ഫരിസ്ത എന്ന് പറഞ്ഞിരുന്നാൽ പറക്കുന്നവർ എന്നാണ് അർത്ഥം. മാലാഖമാർ എപ്പോഴും പറന്നുകൊണ്ടിരിക്കാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ അവർ ബന്ധനസ്ഥരായിരിക്കും. അതുകൊണ്ട് ഇന്നത്തെ വാണിയിലും ബാബ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു, നമ്മൾ ഡിറ്റാച്ച്ഡ് ആവണം. അവരെയാണ് വിളിക്കുന്നത് ഫരിസ്ത. ദിസ്തയില്ലാത്തത്, ബന്ധനങ്ങളൊന്നും ഇല്ലാത്തത്. മനസ്സിൻ്റെ ബന്ധനമാണ്, സ്ഥൂലമായ ബന്ധനങ്ങളല്ല. എല്ലാ ബന്ധനങ്ങളും മാറിക്കിട്ടും. എങ്ങനെയാണെങ്കിൽ ബ്രഹ്മബാബയുടെ ദിനചര്യ എങ്ങനെയായിരുന്നു നമ്മൾ പഠിക്കണം. ഇന്നത്തെ ദിവസമാണെന്നുണ്ടെങ്കിൽ ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് ബ്രഹ്മബാബയുടെ ദിനചര്യ എന്തായിരുന്നു അത് ഓർമ്മിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബ്രഹ്മബാബയുടെ ചരിത്രം അറിയണം. എങ്കിലല്ലേ ആ ചുവടിന്മേൽ ചൂട് വയ്ക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും കയ്യിൽ ആദിദേവനുണ്ടോ? ആദിദേവൻ എന്നുള്ള ബുക്കുണ്ടല്ലോ. ആദിദേവൻ അല്ലാത്ത എല്ലാവരുടെയും കയ്യിലുണ്ടോ? ആദിദേവൻ എന്നുള്ള ബുക്കും ഇല്ലാത്തവർ ഇവിടെ കൗണ്ടറിൽ കിട്ടും, വാങ്ങിക്കൊള്ളണം. ബെസ്റ്റ് ബുക്കാണ് അത്, വളരെ പവർഫുൾ ബുക്കാണ്. അത് ഒന്ന് വായിച്ചു നോക്കുക. ഇന്ന് സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വായിക്കാത്തവർ, വായിച്ചവരും എല്ലാവരും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നാൽ ഇന്നൊന്ന് വായിക്കണം. അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത് വായിച്ചു നോക്കുക. അതിനകത്തുള്ള ലഹരി എന്ന് പറഞ്ഞിരുന്നാൽ സാധാരണ ലഹരിയല്ല, വളരെ വലിയ ലഹരിയാണ്. അതുകൊണ്ട് ആദിദേവൻ മറന്നുപോകരുത്. ആദിദേവൻ എന്നുള്ള ബുക്ക് ഇല്ലാത്തവർ ഇവിടെ കുറച്ച് സ്റ്റോക്ക് ഉണ്ട്, എന്തോ കാണണം. നിങ്ങൾ വാങ്ങിച്ച് വായിക്കുക. പിന്നെ അതിനോടൊപ്പം തന്നെ ആദിദേവി എന്നും അമ്മയുടെ ബുക്കുമുണ്ട്. ഇത് രണ്ടും നമ്മൾ ബാബയുടെ കുട്ടികൾ കോഴ്സ് കഴിഞ്ഞവർ ഉറപ്പായിട്ടും വാങ്ങിച്ചിരിക്കും, വായിച്ചിരിക്കും. അങ്ങനെ ആരെങ്കിലും വായിക്കാതെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്തോളണം? വാങ്ങിച്ചോളണം. ഇല്ലെന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലുമൊക്കെ വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു പോയാൽ അതിന് കുഴപ്പമുണ്ടാകുന്നത് പോലെ നമ്മുടെ ഈ ആത്മീയ ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ജലദോഷമോ പനിയൊക്കെ വന്നുകൊണ്ടിരിക്കും. ആ പഴയ ആദിദേവൻ തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന പുതിയ ആദിദേവനും. ആദിദേവൻ ഒന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഇല്ലാത്തവരാണ് വാങ്ങാൻ പറഞ്ഞത്. പഴയ ആദിദേവനുള്ളവർ വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് വേറെ ആർക്കെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുത്തോളൂ. വെളിയിലുള്ള ആർക്കും കൊടുക്കരുത്, അത് ഓർത്തോളൂ. വെളിയിലുള്ള ആർക്കും കൊടുക്കരുത്. ബാബയുടെ കുട്ടികൾക്ക് മാത്രമേ അത് തരുള്ളൂ. കോഴ്സ് കഴിഞ്ഞവർക്ക്
മാത്രമേ അത് തരുള്ളൂ. അല്ലാതെ നിങ്ങളിത് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് 2-3 വാങ്ങിച്ചുകൊണ്ട് പോയി വെളിയിൽ ആർക്കെങ്കിലും കൊടുക്കാൻ പാടില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പവർഫുൾ ഡോസാണ്, ഭയങ്കര പവർഫുൾ മെഡിസിനാണ്. പവർഫുൾ മെഡിസിൻ വേറെ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവർ ചിലപ്പോൾ അഴിച്ചു പോകും. അപ്പോൾ അതേപോലെ ഇത് ഭയങ്കര പവർഫുൾ മെഡിസിനാണ്, നമുക്കത് ഭയങ്കരമായിട്ട് പ്രയോജനപ്പെടും. അതുകൊണ്ട് ആദിദേവനും ആദിദേവി വായിക്കാത്തവർ ആദിദേവിയും വാങ്ങിച്ചോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മഹാവാക്യങ്ങൾ മലയാള വാണിയിൽ ചേരണം. അതുകൂടാതെ ബാബ 68 ബാബ അദ്ദേഹം വെടിഞ്ഞത്, 69 അദ്ദേഹം വെടിഞ്ഞത്. അപ്പോൾ 69 തന്നെ ബാബ ഉച്ചരിച്ചിട്ടുള്ള അവ്യക്ത മഹാവാക്യങ്ങളുണ്ട്. അവ്യക്ത മഹാവാക്യങ്ങൾ അത് നമ്മൾ എന്ത് ചെയ്യണം? വാങ്ങിച്ച് വായിക്കണം. അതും വളരെ പവർഫുള്ളാണ്. അത് പുതിയവർ വായിച്ചാൽ എത്രത്തോളം മനസ്സിലാവും എന്നുള്ളത് അറിയില്ല. എന്നിരുന്നാലും അത് കംപ്ലീറ്റ് അവ്യക്തവാണിയാണ്. 69 ആദ്യമായിട്ട് അവ്യക്തവാണി ബാബ ഉച്ചരിച്ച് തുടങ്ങിയതാണ്. അതുകൊണ്ട് അത് വളരെ പവർഫുള്ളാണ്, ആ വാണികളെല്ലാം തന്നെ. അപ്പോൾ അതും ആരുടെയെങ്കിലും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കുറച്ചെന്തോ സ്റ്റോക്ക് ഇവിടെ കാണും. അത് നിങ്ങൾ കൗണ്ടർ ഇതെല്ലാം കഴിഞ്ഞിട്ട്, ഈ മെഡിറ്റേഷനിലെല്ലാം കഴിഞ്ഞിട്ടേ പോകാവൂ. അതെല്ലാം കഴിഞ്ഞിട്ട് പൊക്കഴിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് കിട്ടും. അറിയല്ലോ, അതിന് വലിയ വിലയൊന്നും കൊടുക്കണ്ട. പക്ഷെ ആ മഹാവാക്യങ്ങൾ ഓരോന്നും വലിയ വലിയ അസറ്റാണ്. നിങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ച് വായിക്കേണ്ട. ആദിദേവനെ ഒരുമിച്ച് വായിക്കുന്നത് നന്നായിരിക്കും. എന്നാൽ ഈ അവ്യക്തവാണിയാണ് എന്നുണ്ടെങ്കിൽ അതിൽ ഓരോ വാണിയായിട്ട് എടുത്ത് പഠിക്കുക. വായിക്കുകയല്ല വേണ്ടത്, പഠിക്കുക. എന്നിട്ട് വേറെ നോട്ട്ബുക്കിൽ എന്ത് ചെയ്യണം? ആ പോയിന്റുകൾ നോട്ട് ചെയ്ത് വയ്ക്കൂ. ഭയങ്കരമായിട്ട് പ്രയോജനപ്പെടും, ഭയങ്കരമായിട്ട്. അതിനാണ് അതിൽ പറഞ്ഞിരിക്കുന്നു, സമ്പൂർണ്ണ അവ്യക്ത ഫരിസ്ഥ ഭവ എന്നുള്ള വരദാനം പ്രാപ്തമാക്കണം എന്നുണ്ടെങ്കിൽ ബ്രഹ്മബാബയുടെ ചുവടിന്മേൽ ചുവട് വയ്ക്കൂ. അപ്പോൾ ബ്രഹ്മബാബ ഏതെല്ലാം ചുവട് വച്ചു ഇതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഈ ബുക്കുകളിൽ വളരെ വ്യക്തമായി കൊടുത്തിരിക്കുന്നു. അത് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചേ പറ്റൂ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ബ്രഹ്മബാബയുടെ ചുവടിന്മേൽ ചുവട് വയ്ക്കാം. ബ്രഹ്മബാബയുടെ ആദ്യത്തെ ചുവട് എന്താണ്? അല്ലെന്നുണ്ടെങ്കിൽ കുറേ ചുവടുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിലാണ് സർവാംശത്യാഗി എന്ന് പറയും. ബാബ സമർപ്പണം ചെയ്തു. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത അതാണ്. അപ്പോൾ ഇത് ഓർമ്മിപ്പിക്കുന്നത് ബ്രഹ്മബാബയെ എന്തിനു ഓർമ്മിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവബാബ എന്തെല്ലാം പറഞ്ഞുവോ അതെല്ലാം പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിച്ചു തന്നത് ശരിക്കും പറഞ്ഞിരുന്നാൽ ബ്രഹ്മാവാണ്. അതുകൊണ്ടാണ് ആദ്യം ആരാണോ പ്രാക്ടീസ് ചെയ്യുന്നത്, ആദ്യം പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റ് ആകുന്നത് അവരെയാണ് പുരാണങ്ങൾ പറഞ്ഞിരിക്കുന്നു അർജുനൻ. ഗുരുനാഥൻ എന്താണോ പഠിപ്പിച്ചു കൊടുക്കുന്നത് അതെല്ലാം പെട്ടെന്ന് തന്നെ പ്രാക്ടീസ് ചെയ്ത് എന്താവും? നല്ല പെർഫെക്റ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കുന്ന ആളിനെയാണ് പുരാണങ്ങൾ പറഞ്ഞിരിക്കുന്നു അർജുനൻ. ആ അർജുനൻ ആരാണ്? ഇവിടെ ശരിക്കും ബ്രഹ്മബാബയാണ്. ശിവബാബ എന്ത് പറഞ്ഞുവോ അതെല്ലാം അപ്പം തന്നെ, അല്ലാതെ കുറച്ച് വൈകിയല്ല. നമ്മളും പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ കുറച്ചൊക്കെ വൈകി പോകുന്നു. പക്ഷെ ബ്രഹ്മബാബ അപ്പം തന്നെ എന്ത് ചെയ്യുന്നു പറഞ്ഞിരുന്നാൽ ശുഭശിശിക്രം എന്നാണ്. ബാബ എല്ലാം അപ്പം തന്നെ എന്ത് ചെയ്യുന്നു പറഞ്ഞിരുന്നാൽ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങും. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് മാറി. അതുകൊണ്ടാണ് ബാബയെ അർജുനൻ എന്നും പറയും. അപ്പോൾ ബാബ എന്ത് ചെയ്തെന്നറിയാമോ? ബാക്കി എല്ലാം ത്യാഗം ചെയ്തുകൊണ്ട്, സമർപ്പണം ചെയ്തുകൊണ്ട് ശിവബാബയെ ഓർമ്മിച്ചു. ശിവബാബ എന്ത് പറയുന്നു? ശിവബാബയുടെ മുമ്പിൽ എല്ലാം അർപ്പണം ചെയ്തു. അപ്പം നമുക്കിപ്പോൾ ബാക്കി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം സമർപ്പണം ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ബാബയ്ക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കുകയും വേണം. അപ്പം നമ്മൾ എന്തെങ്കിലും കൊടുക്കുമോ? ഇവിടെ വന്ന് നമ്മളെല്ലാം എടുത്തില്ലേ ബാബയിൽ നിന്നും? നമ്മളിപ്പോൾ വരദാനം എടുത്തു, ബാബയുടെ സകാഷ് അത് നമ്മൾ എടുത്തു. പിന്നെ അതിനോടൊപ്പം തന്നെ ബാബയുടെ നല്ല നല്ല പോയിന്റുകൾ കിട്ടി. പിന്നെ അതിലെല്ലാം ഉപരി ഇന്നത്തെ വൈബ്രേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഇന്ന് രാവിലെ അമൃതവേള മുതൽ ആരാണോ നല്ല രീതിയിൽ യോഗയുക്തമായിട്ടിരിക്കുന്നത്, മൗനമായിട്ടിരിക്കുന്നത്, അവർക്ക് ഈ വൈബ്രേഷൻ ക്യാച്ച് ചെയ്യാൻ പറ്റും. അവർക്ക് നല്ല അനുഭവം ഉണ്ടാകും. ഇനിയും സമയം വൈകിട്ടില്ല. ഇന്നത്തെ ദിവസം അവസാനിക്കുന്നത് രാത്രി 12 മണിവരെ ഉണ്ട്. അപ്പോൾ ഈ 12 മണിവരെ ഈ വൈബ്രേഷൻ ഇതുപോലെ തന്നെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് അതിന് മുഴുവൻ ബെനിഫിറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ബാബയുടെ മുമ്പിൽ ഇപ്പോൾ സർവ്വസമർപ്പണം ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? അത്രയും ശക്തിശാലിയായിട്ട് നമുക്ക് യോഗം ചെയ്യാം. ഈ മാസത്തെ നമ്മുടെ വാണികളിലെല്ലാം ശക്തിശാലി മനസ്സിലൂടി എന്ന് പറഞ്ഞുകൊണ്ട് സ്പെഷ്യൽ പോയിന്റ് സകാശം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പം നമുക്ക് എങ്ങനെ ഇരിക്കാം? ഇതുവരെ നമ്മൾ യോഗം ചെയ്തിട്ടില്ലാത്ത, നമ്മുടെ പുരുഷാർത്ഥി ജീവിതത്തിൽ
ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്ത അത്രയും ശക്തിശാലിയായിട്ട്, അത്രയും ഏകാഗ്രമായിട്ട് ഒരു ബാബ രണ്ടാമതാരുമില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? അതിൽ അങ്ങനെ അലിഞ്ഞിരിക്കാം. വേറെ എല്ലാം വിട്ടേക്കണം. അതിനെയാണ് വിളിക്കുന്നത് സമർപ്പണം. അപ്പോൾ ബാബ എന്തൊക്കെയാണോ നിറച്ചു തരേണ്ടതോ അത് മൊത്തവും നമുക്ക് നിറച്ചു തരും. ഓം ശാന്തി. ओ सूक्ष्म वतन के फरिश्तों के राजा, सूक्ष्म वतन के फरिश्तों के राजा, शिव को समा के तू धरती पे आजा। सूक्ष्म वतन के फरिश्तों के राजा,